ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പം പാറാപ്പള്ളിയുടെ ആ ഒരു റോഡിലോട്ടാണ് നമ്മളിപ്പോൾ നടന്നു പോകുന്നത്. പാറാപ്പള്ളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വെളിയിൽ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മളിപ്പം രാവിലെ ഉച്ചയ്ക്കൊക്കെ ചോറ് കഴിക്കാത്ത കുറേ മനുഷ്യർ ഈ നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് നമ്മളിങ്ങനെ പോയപ്പോഴത്തേക്കും നമുക്കും തോന്നി അവർക്ക് കുറച്ച് ആഹാരമൊക്കെ കൊടുത്താൽ അങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പം അതുകൊണ്ട് നമ്മൾ 3-4 പൊതിച്ചോറുമായിട്ട് നമ്മൾ ചെല്ലുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പേരെയൊക്കെ കണ്ടുപിടിച്ച് അവർക്ക് ആഹാരം കൊടുക്കുകയാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം, അല്ലേ? അപ്പം അതിനുവേണ്ടി നമ്മളിങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ അതാണ് നമ്മുടെ മെയിൻ പ്ലാൻ എന്ന് പറയുന്നത്. ആദ്യം നമ്മളൊരു അപ്പച്ചനായിരുന്നു കണ്ടത്. അദ്ദേഹത്തിനോട് നമ്മൾ ചെന്ന് ചോദിച്ചപ്പോഴത്തേക്കിനും അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ചോറ് കഴിച്ചിട്ടാണ് വന്നതെന്നാണ്. എന്നാലും നമ്മൾ കുറച്ച് പൈസയൊക്കെ അദ്ദേഹത്തിന് കൊടുത്തിരുന്നു കഴിക്കാനുള്ളത്. പിന്നീട് നമ്മൾ മറ്റൊരു അപ്പച്ചനെയാണ് കണ്ടുമുട്ടിയത്. അദ്ദേഹത്തിന് ചോറ് കഴിച്ചില്ലായിരുന്നു. നമ്മൾ അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹത്തിന് വളരെ സന്തോഷമായിരുന്നു. അദ്ദേഹം നമ്മളോട് നന്ദിയൊക്കെ പറയുക ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ നടക്കുകയാണ്. ഇതിന് ശേഷം ഈ ഒരു കാഴ്ച കണ്ടപ്പോഴാണ് നമുക്ക് വിഷമം തോന്നിയത്. വഴിയരികിലുണ്ടായിരുന്ന ഒരു വൃദ്ധയായ ഒരു അമ്മച്ചി, ആ അമ്മച്ചിക്ക് ചോറ് കൊടുത്തപ്പം അമ്മച്ചി പറഞ്ഞു കുറച്ച് വെള്ളം കൂടെ തരികയായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന്. അപ്പം വെള്ളം കൊടുത്തതാണിപ്പോൾ. വെള്ളം കൊടുത്തതിന് ശേഷം അമ്മച്ചിയോട് നമ്മൾ ചോദിച്ചു സന്തോഷമായിരുന്നു. ആ അമ്മ സന്തോഷമായെന്ന് പറയുകയൊക്കെ ചെയ്തു. എന്നപ്പോൾ നമുക്കും കണ്ണ് നിറഞ്ഞു. ആ അമ്മച്ചി അപ്പോഴത്തേക്കിനും ചോറ് കഴിക്കുകയും ചെയ്തു. അതിനുശേഷം നമ്മൾ വഴിയരികിലുള്ള മറ്റൊരു അവസാനത്തെ പൊതിച്ചോറുമായി മറ്റൊരു അപ്പച്ചൻ്റെ അടുത്തേക്കാണ് ചെന്നത്. എൻ്റെ അപ്പച്ചനെ കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അതുപോലെ നിങ്ങളാണെങ്കിൽ രുദ്രാക്ഷ വിത്ത് കുപ്പിവള എന്ന ഈ ഒരു ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ വീഡിയോസിനായി യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്.